myclass.com. Dear students, in this video we are discussing about how to find the length of an array and address of an array element. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ തിയററ്റിക്കൽ എക്സാമിനൊക്കെ വളരെയധികം ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് ലെങ്ത് ഓഫ് എൻ അറേ കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് എൻ അറേ എന്ന് പറഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട് ആ അറേയിൽ, എത്ര ലെങ്ത് ഉണ്ട് ആ അറേക്ക് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് അവർ അറേ എ. നമ്മൾ ഇൻഡെക്സും അതിന്റെ ഓരോ എലമെന്റിന്റെതും ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ഓഫ് 0, എ ഓഫ് 1 ടു എ ഓഫ് 9. 10 എലമെന്റ്സ് ആണ് ഇതിലുള്ളത്. ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് വലിയൊരു അറേയുടെ ഒക്കെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ length of an array equal to upper bound minus lower bound plus 1. upper bound എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് വാല്യൂ. ഇതാണ് അപ്പർ ബൗണ്ട് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ഇൻഡെക്സ് എന്താണ് 9 ആണ്. ഇവിടെ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് വാല്യൂ ദാറ്റ് ഈസ് 0. അപ്പൊ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 9 മൈനസ് 0 പ്ലസ് 1 10. അപ്പൊ നമുക്ക് പറയാം ദ ലെങ്ത് ഓഫ് ദിസ് അറേ എ ഈക്വൽ ടു 10, അഥവാ 10 എലമെന്റ്സ് ഉണ്ട് ഈ അറേയിൽ എന്ന് പറയാം. ഇത് നമ്മൾ 0 ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇൻഡെക്സ് 0യിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ആ ഒരു ഇൻഡെക്സ് ഒരിക്കലും 0 സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആൻ എക്സാമ്പിൾ ലോവർ ബൗണ്ട് അഥവാ നമ്മൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റ്സ് ടേക്ക് 903. നമുക്ക് 10 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ നമ്മുടെ അപ്പർ ബൗണ്ട് എന്തായിരിക്കും 912 ആയിരിക്കും. 903, 904 തൊട്ടിട്ട് 912 വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം 912 മൈനസ് 903 പ്ലസ് 1. അപ്പൊ എത്രയാണ്? ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 തന്നെയാണ്. 9 പ്ലസ് 1. അപ്പോൾ 10 എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ നമുക്ക് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും മാത്രമേ അറിയുള്ളൂ. എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് പ്ലസ് 1. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇനിയാണ് നമ്മൾ ലെങ്ത് ഓഫ് എൻ അറേ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് അഡ്രസ് ഓഫ് എൻ അറേ എലമെന്റ്. നമ്മുടെ ഒരു അറേ എലമെന്റ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ അഡ്രസ് എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഒരു അറേ നമുക്ക് തരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ നെയിം എന്തായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ ലോവർ ബൗണ്ട് അഥവാ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്. ഇവിടെ ഇപ്പൊ എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ 0 ആണ്. അപ്പർ ബൗണ്ട് എന്താണ്? 9 ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ബേസ് അഡ്രസ് ആണ്. ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ദാറ്റ് അറേ. ലെറ്റ്സ് അസ്യൂം ദാറ്റ് സ്റ്റാർട്ടിംഗ് എലമെന്റ് 1000ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പൊ നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെമ്മറിയുടെ ഒരു പാർട്ടാണ്. നമ്മുടെ മെമ്മറിയുടെ ഒരു പാർട്ട് നമ്മളിവിടെ ജസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 എന്നാന്ന് വിചാരിക്കുക. അപ്പൊ 1000, 1001, 1002 അങ്ങനെ പോയിട്ടാണ് നമ്മുടെ മെമ്മറിയുടെ ഓരോ അഡ്രസ് സ്പേസിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള നെക്സ്റ്റ് വാല്യൂലാണ് അഡ്രസ് സ്പേസ് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ അരേയുടെ ഇപ്പൊ എ ഓഫ് 0 1000ലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി എ ഓഫ് 1ൽ എന്തായിരിക്കും? എ ഓഫ് 1 ഏത് അഡ്രസ് വാല്യൂലായിരിക്കും? 1001ലാവാം, പക്ഷെ ആവണമെന്ന് നിർബന്ധമല്ല. അത് ഏത് 1001ലാണ് എന്ന്, അല്ലെങ്കിൽ 1001ലാണോ എവിടെയാണ് അടുത്ത സെക്കൻഡ് എലമെന്റ് എവിടെയാണ് എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് നമ്മുടെ അറേ ഏത് ടൈപ്പ് ആണ് എന്നുള്ളത്. ഇപ്പൊ നമുക്കിവിടെ അറേ എന്താവാം? ഒരു ഇന്റിജർ ടൈപ്പ് ആവാം, ഒരു ക്യാരക്ടർ ആവാം, ഒരു ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം, അല്ലെ? ഇതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് എലമെന്റിന്റെ അഡ്രസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാം. നമ്മൾ സി ലാംഗ്വേജിൽ ബേസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ ഒരു ഇന്റിജറിന്റെ സൈസ് എത്രയാണെന്നല്ല, ഒരു ഇന്റിജർ ഡാറ്റ ടൈപ്പിന്റെ ഒക്കെ അത് ഹോൾഡ് ചെയ്യാൻ മാക്സിമം ഓർ മിനിമം യൂസ് ചെയ്യുന്ന മെമ്മറി സ്പേസ് എത്രയാണെന്ന്
നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ സേവ് ചെയ്യാൻ നമ്മൾ മെമ്മറിയിൽ എത്ര വേണം? 1 ബൈറ്റ് വേണം അല്ലെ? 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി സെല്ല് വേണം. 1 മെമ്മറി സെൽ ഇസ് ഇനഫ് ടു സ്റ്റോർ 1 ക്യാരക്ടർ. നമ്മുടെ ഈ ഇന്റിജർ വേണമെങ്കിൽ 2 ബൈറ്റ് വേണം. 2 ബൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി സെല്ലിൽ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2 ബൈറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 മെമ്മറി സെല്ല് വേണം. ഇനി ഫ്ലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ 4 വരാം. ഫ്ലോട്ടും ഡബിളിനൊക്കെ നമ്മുടെ കമ്പൈലറിനനുസരിച്ച് ചെറിയ ചേഞ്ചസ് വരും. ഇപ്പൊ ഇന്റിജറിന് 2 ആണ്, ഫ്ലോട്ടിനും ഡബിളിനും അതിനേക്കാളും കൂടുതലുണ്ട്. ഇത് കമ്പൈലറിനനുസരിച്ച് ഡിഫറൻസ് വരാം കേട്ടോ. ഇന്റിജറിന് 2 ബൈറ്റ്സ് വരുന്നുണ്ട്, ചില കമ്പൈലറൊക്കെ 4 ബൈറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് അപ് ടു ദ കമ്പൈലർ. ഫ്ലോട്ടിനും ഡബിളിനൊക്കെ ആണെങ്കിൽ ഓരോ ലാംഗ്വേജിനും അതിനനുസരിച്ചിട്ടുള്ള ബൈറ്റ്സുകളാണ് യൂസ് ചെയ്യുക. ഡബിളിന് ഐ തിങ്ക് ഇറ്റ് ഈസ് 8 ആൻഡ് ഫോർ ഫ്ലോട്ട് ഇറ്റ് ഈസ് 4. അല്ലാത്ത ചില കമ്പൈലേഴ്സ് അതിലും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിവേ, എന്നിട്ട് നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ഓഫ് എൻ എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി പറഞ്ഞു എ ഓഫ് സീറോയുടെ അഡ്രസ് എന്താണ്? 1000 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾക്കിപ്പോൾ എ ഓഫ് 4ന്റെ അഡ്രസ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. എ ഓഫ് 4ന്റെ അഡ്രസ് അഥവാ നമ്മുടെ k ഈക്വൽ ടു 4 ആണ്. ഇതൊരു ഇന്റിജർ അറേ ആണ് എന്ന് അസ്യൂം ചെയ്യാം. ദിസ് ഈസ് എൻ ഇന്റിജർ അറേ. അപ്പൊ ഇന്റിജർ അറേ എന്ന് പറയുമ്പോൾ 2 ബൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ 2 ബൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റിന് തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇത് എന്ത് വേണം? ഈ 2 മെമ്മറി സെല്ലും വേണം. ഇനി സെക്കൻഡ് എലമെന്റ് അപ്പൊ ഏതാണ്? സെക്കൻഡ് എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് തൊട്ടായിരിക്കും. ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ വേണ്ടി വരും ഫോർ സെക്കൻഡ് എലമെന്റ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് എലമെന്റ് അപ്പൊ എവിടുന്നാ തുടങ്ങുന്നത്? ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇതിന്റെ അഡ്രസ് എന്താണ്? 1002 എന്ന് പറയുമ്പോൾ അപ്പൊ എ ഓഫ് 1ന്റെ അഡ്രസ് എന്താണ്? 1002 ആന്ന് പറയാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പറയാം 1004 ആണ് ഏത്? എ ഓഫ് 2ന്റെ അഡ്രസ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഒരു പർട്ടിക്കുലർ എലമെന്റ് എടുത്തിട്ട് അതിന്റെ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അഡ്രസ് ഓഫ് എൻ അറേ എലമെന്റ് ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് പറയാം ഇപ്പൊ ലൊക്കേഷൻ അല്ലെ അഡ്രസ് ഓഫ് ദ എ ഓഫ് കെ, ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ബേസ് അഡ്രസ് പ്ലസ് W ഇൻറ്റു കെ മൈനസ് ലോവർ ബൗണ്ട്. അപ്പൊ നമ്മുടെ ബേസ് അഡ്രസ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എന്താണ്? 1000. ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് 1000 ആണ്. നമ്മളുടെ ഇന്റിജറിന്റെ W എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് പെർ മെമ്മറി സെൽ. അപ്പോ നമ്മുടെ ആ ഒരു ഡാറ്റ ടൈപ്പിന് എത്ര ലെങ്ത് അല്ലെങ്കിൽ എത്ര മെമ്മറി സെല്ല് വേണം എന്നാണ് W കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പൊ W എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം നമ്പർ ഓഫ് വേർഡ്സ് പെർ മെമ്മറി സെൽ. ഓക്കെ, വേർഡ്സ് പെർ മെമ്മറി സെൽ. അപ്പൊ അത് 2 ആണ്. നമുക്ക് എത്രാമത്തെ എലമെന്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് kth എലമെന്റ്, ഫോർത്തിന്റെ ആണ്. എ ഓഫ് 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ k എന്താണ്? 4 ആണ്. k 4 ആണ്. 4 മൈനസ് നമ്മുടെ ലോവർ ബൗണ്ട് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എന്താണ്? 0. അപ്പൊ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000 പ്ലസ് 2 ഇൻറ്റു 4 മൈനസ് 0 4 2 ഇൻറ്റു 4 8. അപ്പൊ 1008 എന്തുണ്ട്? നമ്മുടെ A4 എന്ന് പറഞ്ഞിരിക്കുന്ന എലമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എ ഓഫ് 3 എന്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? 1006 എ ഓഫ് 4 എന്തായാലും 1008 അതിന്റെ അഡ്രസ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ എ ഓഫ് 9 ആണെങ്കിൽ അവിടെ 9 മൈനസ് 0 വരും. അപ്പൊ 2 ഇൻറ്റു 9, ഇവിടെ 9 വരും. അപ്പൊ 2 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 18. അപ്പൊ 1080 എന്ത്? നമ്മുടെ 9th സെല്ല് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ അഡ്രസ് ഓഫ് എൻ അറേ എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? ഇവിടെ ഈ W ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു കാര്യം. ഇനി അല്ല നമ്മുടെ അറേ ഒരു ക്യാരക്ടർ അറേ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ക്യാരക്ടർ അറേ ആകുമ്പോൾ എന്താണ്? 1 ബൈറ്റ് ഇസ് ഇനഫ് ടു സ്റ്റോർ 1 ക്യാരക്ടർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എവിടെ ഉണ്ടാവും? ഈ 1000 ഉണ്ടായിരിക്കും ഫസ്റ്റ് എലമെന്റ്, 1001 ഉണ്ടായിരിക്കും സെക്കൻഡ് എലമെന്റ്. അതിന്റെ അർത്ഥം എന്താ? W ഇവിടെ എന്താണ്? 1 ആണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ 1000 പ്ലസ് ഇപ്പൊ എ ഓഫ് 4 തന്നെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക ഫോർ എ ക്യാരക്ടർ അറേ. അപ്പൊ 1 ഇൻറ്റു 4 മൈനസ് 0. അപ്പൊ ഇവിടെ ഉണ്ട് 1004 തന്നെയായിരിക്കും അതിന്റെ 4th എലമെന്റ് അഥവാ എ ഓഫ് 4 ഉണ്ടായിരിക്കാം. ഇങ്ങനെയാണ് അഡ്രസ് ഓഫ് എൻ അറേ എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പൊ ലെങ്ത് ഓഫ് എൻ അരയും അഡ്രസ് ഓഫ് എൻ അരയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.